ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിങ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്താ നടക്കാൻ സാധ്യത നോക്കാം. എന്ത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ബ്ലെസ്സിങ് എന്താ വരാൻ പോകുന്നത്. വാവ്, ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു ഹയർഫൻ്റ് ആണ് വന്നത്. സോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങളുടെ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സീനിയേഴ്സിൻ്റെ അപ്രൂവൽ ആയിരിക്കാം. നിങ്ങളിപ്പോൾ പഠിക്കാനൊക്കെ ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയാണ്. വീട്ടിലെ പാരൻസിൻ്റെ ആയാലും ചിലപ്പോൾ അനുഗ്രഹത്തോടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്നെടുക്കാം. ഓക്കെ, ഈവൻ ലൈക്ക് ഏതെങ്കിലും നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാം എന്ന ലൈഫിൽ. ഇവിടെ ചില കാര്യങ്ങളുടെ അപ്രൂവൽ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങളിപ്പോൾ വിസ അപ്ലൈ ചെയ്തു, അതിൻ്റെ അപ്രൂവൽ വരും. കോളേജിൽ അപ്ലൈ ചെയ്തു, അതിൻ്റെ നിങ്ങൾക്കൊരു റിപ്ലൈ, നല്ല റിപ്ലൈ കിട്ടും, പോസിറ്റീവ് റിപ്ലൈ കിട്ടും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയാം. ഓക്കെ, ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ട് അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ. ഓക്കെ, യെസ്. ഓക്കെ, പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. കുറേ പേർക്ക് നിങ്ങൾ പഠിക്കാനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. എക്സാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് വിന്നിങ് എന്ന് പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ ഒരു മെസ്സേജ് വരുന്നതായിട്ടാണ്. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ ആയിരിക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ പാരൻസിൻ്റെ അപ്രൂവലോടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ ഐഡിയാസിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുക. അതിന് നിങ്ങൾ മേ ബി കാത്തിരുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ അപ്രൂവൽ, നിങ്ങളുടെ കല്യാണത്തിന് മേ ബി മാരേജ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ അപ്രൂവൽ കിട്ടാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് മാരേജ് ചെയ്യാൻ എല്ലാവരും സമ്മതിച്ച് അതിന് മുന്നോട്ട് പോവാം. പല കാര്യങ്ങളുമാണ്. ഓക്കെ, മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഉണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് ആണ്. സോ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളപ്പോൾ ഓൾറെഡി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കാണും, പക്ഷെ അതിന് ചില അപ്രൂവൽ കൂടി വേണം. ഓക്കെ, ഗവൺമെൻറ് അപ്രൂവൽ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്സാവണം എന്ന രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പാസ്സായിട്ട് മേ ബി നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ഐഡിയാസിനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് പറയാം. അഗെയിൻ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ഇന്നത്തെ ദിവസം. ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് കൂടുതൽ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് മീറ്റ് ചെയ്യാൻ വരാം. ഓക്കെ, സഡൻലി ആയിരിക്കാം. ചിലപ്പോൾ കുറേ ആയിട്ട് കാണാത്ത ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാനുള്ള സാധ്യതയാണ്, മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. പാസ്റ്റ് കുറിച്ച് ഓർക്കുന്ന പോലെയാണ്. പാസ്റ്റ് ഇത് നമ്മളൊരു 6 ഓഫ് കപ്സ് നമ്മൾ ഇമോഷണലായിട്ട് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. പാസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ലൈഫിലേക്ക് ചിലപ്പോൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഏതെങ്കിലും പാസ്റ്റിലെ ഓർമ്മകൾ, ചില പഴയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വരാം, മീറ്റ് ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, കുട്ടികളുമായിട്ടുള്ളതും പറയും ഇത്. ഓക്കെ, കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, വെരി നൈസ്. അഗെയിൻ നിങ്ങളുടെ ഐഡിയാസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ഇതും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിക്ക്. ഓക്കെ, മേ ബി ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു. സോ നല്ല ഫീമെയിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. ആവണം നിർബന്ധമില്ല, മെയിലും ആവാം. ഓക്കെ, ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാം നിങ്ങൾ ഇന്നത്തെ ദിവസം. ഓക്കെ, സംസാരിക്കാനുള്ള സാധ്യതയാണ്, ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ മേ ബി നിങ്ങൾ ആരെങ്കിലുമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലമായിട്ട് നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയുമായിട്ട് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ യെസ്, അതും നടക്കും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഒരു ഫ്രണ്ട് ഉണ്ടാവുമെന്ന് പറയാം. എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട്സ് പോലെയുള്ളവരാരെങ്കിലും ആയിരിക്കാം. ഓക്കെ, 5 ഓഫ് വോൺസ്. ഓക്കെ, ഇവിടെ ഇത് പറയുന്നത് ആക്ച്വലി ഇത് പറയുന്നത് ആരോടെങ്കിലും ഇന്ന് ഫൈറ്റ് എന്തെങ്കിലും ലൈക്ക് നമ്മൾ പറഞ്ഞ തർക്കങ്ങൾ വലുതൊക്കെ വരുമ്പോൾ അതിൽ ഇൻവോൾവ് ആവണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ചിലത് നമ്മൾ വിട്ട് കളയണം എന്ന് പറയും. ഓക്കെ, എല്ലാത്തിലും പോയിട്ട് നമ്മൾ തലയിടേണ്ട കാര്യമില്ല. എല്ലാത്തിലും പോയിട്ട് നമ്മുടെ ഒപ്പീനിയനും അല്ലെങ്കിൽ നമ്മൾ വെറുതെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇന്നത്തെ ദിവസം അതൊന്ന് ശ്രദ്ധിക്കാം. എല്ലാം എല്ലാവർക്കും നടക്കണം എന്നില്ല, ചിലവർക്കായിരിക്കും. ഓക്കെ, എന്ത് ഫൈറ്റ് നമ്മൾ ചെയ്യണം, എവിടെ നമ്മൾ കോമ്പറ്റീഷൻ എന്ന രീതിയിലൊക്കെയാണ് ഇത് പറയാം. ഓക്കെ, നിങ്ങൾ വെറുതെ കോമ്പീറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. എവിടെ ഫൈറ്റ് ചെയ്യണം, എവിടെ മാറി നിൽക്കണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടി വരും. ഓക്കെ, അഗൈൻ ഇതൊരു മാരേജിൻ്റെ കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു മാരേജിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്രൂവൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പാരൻസിൻ്റെ അപ്രൂവൽ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി അങ്ങനത്തെ കാര്യങ്ങളും പറയാം ഇത്. ഓക്കെ, 4 ഓഫ് വോൺസ് നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം പറയും. അഗെയിൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ലേഡി, ഒരു ലേഡിയും ഒരു മാനും. സോ അങ്ങനെയും നമുക്ക് എടുക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാർട്ട്ണറുമായിട്ട് ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, ജോലിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ട് പറയാം, ലൈഫിൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഫാമിലിയിൽ ഇപ്പോൾ ലൈക്ക് ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ ഒത്തൊരുമയോടെ നിന്ന് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത, ആർഗ്യുമെൻറ്റ്സ് വരാതെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവർ നിങ്ങൾക്കുള്ളതായിരിക്കാം. ഓക്കെ, ആർഗ്യുമെൻറ്റ് വരാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് വരാം, അല്ലെങ്കിൽ മാരേജിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സമാധാനത്തിൽ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ജോലിയിലും നിങ്ങൾക്ക് ഇന്നൊരു കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും അപ്രൂവൽ കിട്ടുന്ന പോലെ. സോ അപ്രൂവൽ വരുമ്പോൾ നിങ്ങൾക്ക് ജോലി സ്ഥലത്തും ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിലും നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറയും. ഓക്കെ, ഇത് മെയിൻലി പക്ഷേ ഒരു മാരേജിൻ്റെ കാർഡാണ്. ഓക്കെ, മാരേജ് വളരെ സ്ട്രെസ് ഇവിടെ ഉണ്ട്. ഇതും ഫസ്റ്റ് കാർഡും നമ്മുടെ മാരേജ് കാർഡായിരുന്നു, ഇതും മാരേജ് കാർഡാണ്. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വേറെയും ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ഇതൊക്കെ ആവാം നിങ്ങൾക്ക്.